ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട് എന്ന് പറഞ്ഞ പൈതൽമലയിലുള്ള ഈ ഒരു റിസോർട്ടിലാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഒരാളുണ്ടാവും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി. ഇതാണ് അവിടുത്തെ ഒരു വ്യൂ. സംഭവം അടിപൊളിയാണ്. നമ്മൾ പോകുമ്പോൾ കോടയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും വ്യൂ അടിപൊളിയാണ്. കൂടാണ്ട് അവർക്ക് പ്രൈവറ്റ് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കോഫി സ്നാക്സ് ഒക്കെ കിട്ടും. കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അവർക്ക് ഒരു ഫാം ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ്. ഫാം എന്ന് പറഞ്ഞാൽ വൈൽഡ് ഡക്സ്, പ്ലാന്റ്സ്, അതുപോലെ പോർക്കോഴികൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ജല്ലിക്കെട്ട് കാള, അതിനെയൊക്കെ കണ്ടു. ഇത് പിന്നെ അവരുടെ കൂടെ ഉള്ളതല്ല, ഇത് ഞാൻ കൊണ്ടുപോയതാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് പോയി, ഓഫ് റോഡ് ജീപ്പ് റൈഡ്. ഇതെന്തായാലും ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ്. എനിക്ക് പിടിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ ജീപ്പിൽ തന്നെ തെറിച്ചു പോകുന്നതായിരിക്കും. അങ്ങനത്തെ ലെവലിലായിരുന്നു ഓഫ് റോഡ് നമ്മൾ പോയത്. ആണെങ്കിൽ ജീവൻ പണയം വെച്ച് കൈ ഒരു കൈ തൂങ്ങി പിടിച്ചിട്ടൊക്കെയാണ് ഇവിടെ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളവസ്ഥ ഇതിനേക്കാളും കഷ്ടമായിരുന്നു. എന്നിട്ട് നമ്മൾ ഡ്രൈവർ വെച്ചാണ് നോക്കിയപ്പോൾ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പുള്ളി അവിടെ കൂളായിട്ട് റോഡിലൂടെ ജീപ്പ് ഓടിക്കുന്നതല്ല ഓടിക്കുന്നത്. അങ്ങനെ ഒരുവിധം നമ്മൾ മേലെ എത്തിയിട്ട് അവിടുത്തെ വ്യൂ പോയിന്റ് നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി വ്യൂ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് താഴോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് താഴോട്ട് നടന്നപ്പോൾ തന്നെ നമ്മൾ അടുത്ത ആക്ടിവിറ്റി അവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സിപ്പ് ലൈൻ ആണ്. സിപ്പ് ലൈൻ അത്ര വലിയ സിപ്പ് ലൈൻ ഒന്നും അല്ലെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ഇവളാണെങ്കിൽ അതിൽ നേരത്തെ കയറണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ബെൽറ്റൊക്കെ ഇട്ട് സംഭവം സെറ്റ് ആയപ്പോഴത്തേക്ക് ഒക്കെ നല്ല പേടി കയറി. ഇവിടെ പേടിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെക്കൻ പറഞ്ഞു ഒരു എക്സ്ട്രാ ഹുക്കും കൂടി ഇടാം. അങ്ങനെ അതൊക്കെ ഇട്ട് അവളെന്തായാലും പോയി. താഴ്ന്ന് എല്ലാരും പറഞ്ഞു അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതൽ എന്റെ മസിൽ പിടിക്കില്ലെന്ന് പറഞ്ഞു. മസിലല്ല ഗൈസ്, ഇവന് ഗുണ്ടുമണിയാണ്, അതുകൊണ്ട് ഇവനെ കയറ്റിയില്ല. ഇവന്റെ വെയിറ്റ് ചെറിയ സിപ്പ് ലൈൻ ആയതുകൊണ്ട് 65-70 kg വരെ അതിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് കയറില്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. അടുത്തതിൽ നമ്മൾ വൈഫിനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കയറാൻ നോക്കിയതാ. നീ അറിഞ്ഞ ഞാൻ പെട്ടു.